ഹലോ, ഹായ്. എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. നാം ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചില്ല എങ്കിൽ, അതിനാവശ്യമുള്ള വളം കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ആ ചെടിയുടെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറേയൊക്കെ ആ ചെടിയൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. കിട്ടുന്ന ജലവും വളവും ഉപയോഗിച്ചൊക്കെ അത് വളരാൻ ശ്രമിക്കും. പക്ഷേ ഏറെ നാളും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ആ ചെടി അങ്ങ് ഉണങ്ങിപ്പോകും. അങ്ങനെ തന്നെയല്ലേ? പിന്നീട് ആ ഉണങ്ങിയ ചെടിയെ നാം ഒന്നുകൂടി മണ്ണിലേക്ക് ഉറപ്പിച്ച് വെച്ചിട്ട് ധാരാളം ജലവും വളവും ഒക്കെ കൊടുത്താലും അത് പച്ച പിടിച്ച് വളരണമെന്നില്ല. ചെറുതായിട്ട് ഒന്ന് പച്ച പിടിക്കുമെങ്കിലും കാലക്രമേണ അതങ്ങ് ഉണങ്ങിപ്പോകും. മനുഷ്യൻ്റെ ജീവിതവും ഇതുപോലാണ്. ഒരു ചെടിക്ക് എപ്രകാരമാണോ ജലവും വളവും ഒക്കെ വേണ്ടത്, അതുപോലാണ് ഏതൊരു മനുഷ്യനും, ആണായാലും പെണ്ണായാലും, സ്നേഹത്തിന് അവരുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം. യാത്ര മുന്നോട്ട് പോകെ നമുക്ക് എന്തിനേയും അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ നമുക്കൊപ്പം നമ്മെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും വേണം, സ്നേഹത്തോടെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരാൾ. അത് പ്രകൃതിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും തണലായിട്ട് വിവാഹം എന്ന ബന്ധത്തിലൂടെ രണ്ട് മനസ്സുകളെ പ്രകൃതി കൂട്ടിയിണക്കുന്നത്. വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഒരാളുടെ മനസ്സിടറുമ്പോൾ ഒരുപക്ഷെ കൂടെ ഇല്ലെങ്കിൽ കൂടി എവിടെയായിരുന്നാലും ഞാനുണ്ട് എന്നൊരു പറച്ചിൽ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? വിവാഹം കഴിഞ്ഞ് എല്ലാവർക്കും ഓട്ടപ്പാച്ചിലാണ്, ജീവിക്കാൻ വേണ്ടി അത് ആവശ്യവുമാണ്. എന്നാൽ തന്നെയും എത്ര ദൂരെയായിരുന്നാലും നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ മനസ്സിടറുമ്പോൾ വിഷമിക്കേണ്ട. ഞാനുണ്ടെന്ന് പറയാൻ മറ്റേയാൾക്ക് സാധിച്ചില്ലെങ്കിൽ എന്താണ് ആ സ്നേഹബന്ധത്തിന് പ്രസക്തി? പിന്നെ സ്ത്രീകളുടെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, അവരെപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. ഏതൊരു കാര്യത്തിലും തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ഒരു സമാധാനം, ഒരു ആശ്വാസമൊക്കെ അവരാഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് പുരുഷന്മാർ ഈ നെട്ടോട്ടത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലുമില്ല. ഇവിടെയാണ് വീഴ്ച വന്നു പോകുന്നത്. നാം ഏറെ സമ്പാദിച്ചാലും ജീവിതം എത്രമാത്രം സുഖ സൗകര്യങ്ങളോടെ മുന്നോട്ട് പോയാലും തമ്മിൽ സ്നേഹമില്ലെങ്കിൽ എന്താണ് പിന്നെ ആ ജീവിതത്തിൻ്റെ സന്തോഷം? എവിടെയാണ്? ഓട്ടപ്പാച്ചിലിൽ ഇങ്ങനെ മുന്നോട്ട് പോകെ പിന്നീട് പരാതിയാകും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് തന്നോട് സ്നേഹമില്ലെന്നും സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലായെന്നുമുള്ള പരാതി. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് സ്നേഹക്കുറവ്, ഒരു സമയത്ത് നിങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളോട് സ്നേഹക്കുറവ് കാണിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്ന വഴിയിൽ, ഈ ജീവിതയാത്രയിൽ അവരുടെ മനസ്സിന് എവിടെയോ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു മനസ്സും മാറ്റപ്പെടുകയില്ല. മനുഷ്യൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും അങ്ങനെയാണ്. അവരെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം പ്രതീക്ഷിക്കുന്നത് അവർക്ക് ലഭിക്കില്ല എന്ന് വരുമ്പോൾ എന്താണോ സാഹചര്യം, അവർ അതുമായിട്ട് പൊരുത്തപ്പെടും. പിന്നീട് നാം എത്രയൊക്കെ സ്നേഹം അവർക്ക് നൽകിയിരുന്നാലും അവർക്കത് വേണ്ട എന്നുള്ള ഭാവമായി. ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയൊക്കെ ദൂരെയായിരുന്നാലും മനസ്സുകൊണ്ട് എപ്പോഴും ഒന്നായിരിക്കാൻ ശ്രമിക്കുക. ഒരാളുടെ മനസ്സിടറുമ്പോൾ ഞാനുണ്ട് എന്നൊന്ന് പറയാൻ ഒട്ടും മടി കാണിക്കാതിരിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ, സ്നേഹത്തോടെ നിങ്ങളുടെ ഈ ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കുവയ്ക്കാനുണ്ടാകും. എല്ലാവർക്കും സ്നേഹം.